നമ്മൾ മലയാളികൾക്ക് അങ്ങനെ കണ്ട് പരിചയമില്ലാത്ത ഒരു കാഴ്ചയാണിത്. നടുക്കടലിൽ ഒരു കപ്പൽ നിന്ന് കത്തുകയാണ്. രണ്ട് ചെറിയ ഫിജറ്റുകൾ, അത് ഏതൊക്കെയാണ് സഹിൻ? ഒപ്പം തന്നെ ഒരു ഡോണിയർ വിമാനത്തിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. അതായത് ഇന്ത്യൻ നാവികസേനയുടെയും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെയും കപ്പലുകളും ഡോണിയർ വിമാനങ്ങളും ഉണ്ട്. നമുക്ക് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലായ സമുദ്രപ്രഹരി, ഒപ്പം തന്നെ സജേദ് എന്നിവ നിരീക്ഷണം അവർ ഇപ്പോൾ ഫയർ ഫൈറ്റിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. കൂടാതെ സമർത്ത് എന്ന കപ്പൽ വിദഗ്ധരുമായി എത്തിയിട്ടുണ്ട്, അവരും ഫയർ ഫൈറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന് INS ഇന്ത്യൻ നാവികസേനയുടെ സത്ലജ് ഇവർക്ക് സഹായം നൽകുന്നതിനായി ആ പ്രദേശത്ത് തന്നെയുണ്ട്. കൂടാതെ ഈ ഡോണിയർ വിമാനങ്ങളും ആകാശ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡോണിയർ വിമാനങ്ങളിൽ നിന്നും ഈ ഫയർ ഫൈറ്റിംഗ് തുടരുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിലെ ഈ കപ്പലിലെ തീ അണയ്ക്കുന്നതിന് 3 രീതിയിലെ നമുക്ക് ശ്രമം നടത്താൻ കഴിയുകയുള്ളൂ. അതിൽ 2 രീതികൾ ഇപ്പോൾ പ്രാവർത്തികമല്ല. ഒന്ന്, പൂർണ്ണമായിട്ടും വായു സഞ്ചാരം കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ കപ്പലിൽ അത് സാധ്യമല്ല. മറ്റൊന്ന്, ഇതിൽ കത്ത് പിടിക്കാൻ അല്ലെങ്കിൽ തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. അതും സാധ്യമല്ല. പകരം വെള്ളം ചീറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫയർ ഫൈറ്റിംഗ് നടത്തിക്കൊണ്ട് ഈ കപ്പലിനെ തീയണക്കുക എന്നുള്ളതാണ്. അത് മാത്രമാണ് ഇപ്പോൾ സാധ്യമായിട്ടുള്ളത്. പക്ഷേ കപ്പൽ സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം കപ്പലിലേക്ക് എത്തിക്കുകയും അസാധ്യമാണ്. കാരണം അങ്ങനെ വരികയാണെങ്കിൽ കപ്പലിൻ്റെ ബാലൻസ്, ഇപ്പോൾ ബാലൻസിങ്ങിലാണ് കപ്പലുള്ളത്, അത് ബാലൻസ് നഷ്ടപ്പെടാനുള്ള സാധ്യതയും കപ്പൽ മുങ്ങാനുള്ള സാധ്യതയുമുണ്ട്. മാത്രമല്ല ഈ കപ്പലിലുള്ള വിവരങ്ങൾ വെച്ച് ലഭിക്കുകയാണെങ്കിൽ 140 കണ്ടെയ്നറുകൾ, ആ 140 കണ്ടെയ്നറുകൾ പരിസ്ഥിതി മലിനീകരണം വലിയ രീതിയിൽ ഭീഷണി ഉയർത്തുന്ന കണ്ടെയ്നറുകളാണ്. 140 കണ്ടെയ്നറുകളുള്ളത്. ഇതിൽ തന്നെ 20 കണ്ടെയ്നറുകളിൽ 1,83,000 കിലോ ബൈപ്പൈറി ഡീലിയമാണ് ആ കീടനാശിനിയാണുള്ളത്. കൂടാതെ ഒരു കണ്ടെയ്നറിൽ 27,786 കിലോഗ്രാം ഈഥൈൽ ക്ലോറോഫോർമേറ്റ് എന്ന് പറയുന്ന പരിസ്ഥിതിക്ക് വലിയ നാശം ഉണ്ടാക്കുന്ന വസ്തുവാണുള്ളത്. കൂടാതെ ഡീമീഥൈൽ സൾഫേറ്റ്, ഹെസ്കാമീഥൈൽ ഡൈസൈനൈറ്റ് എന്നിവയും കണ്ടെയ്നറുകളിലുണ്ട്. മറ്റൊന്ന് 167 പെട്ടി ലിഥിയം ബാറ്ററികളുണ്ട്. അങ്ങനെ ഈ പരിസ്ഥിതിക്ക് വലിയ മലിനീകരണം ഉണ്ടാക്കുന്ന വസ്തുക്കളായതുകൊണ്ട് തന്നെ ഇത് കാര്യമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള അപകടം പരിസ്ഥിതിക്കും ഒപ്പം തന്നെ ജീവജാലങ്ങൾക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കപ്പൽ കൈകാര്യം ചെയ്യുന്നത്. ഒരു കാര്യം പിന്നിൽ മനസ്സിലാക്കുക, മുൻപ് 2 ആഴ്ച മുൻപ് മുങ്ങിയ കപ്പലിനേക്കാൾ 100 ഇരട്ടി പ്രഹരശേഷിയുള്ള കപ്പലാണ് ഇപ്പോൾ, അല്ലെങ്കിൽ അതിനുള്ള കണ്ടെയ്നറുകളാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ വളരെ ജാഗ്രതയോടുകൂടി ഈ കപ്പലിലെ തീപിടുത്തം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്.